ഒരിക്കൽ യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിക്കുന്ന വേളയിൽ തൻ്റെ പ്രസംഗം അധിക സമയം ഇങ്ങനെ മുൻപോട്ട് പോയി. അപ്പോൾ യേശു കർത്താവിൻ്റെ കണ്ണ് ഒരാളുടെ മേൽ പതിഞ്ഞു. ആ പതിഞ്ഞത് ഏറിയ സംവത്സരമായി ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീയെ യേശുവിൻ്റെ കണ്ണിൽ പതിഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 18 സംവത്സരമായി കൂനിയായൊരു സ്ത്രീ യേശു വരെ സൗഖ്യമാക്കി. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൂനിയായി തല കുനിച്ചിരിക്കാൻ. ദൈവം നമ്മളെ വിളിച്ചത് നിവരെ നിൽക്കാനാണ്. മനുഷ്യൻ നിവരെ നിൽക്കേണ്ടവനാണ്. തല ഉയർത്തി നെഞ്ചു വിരിച്ച് നിവർന്നു നിൽക്കാനാണ് ദൈവം. ചില സാഹചര്യങ്ങളിൽ കുനിയായി പോയവർ എന്നെ കേൾക്കുന്നുണ്ടോ? തല കുനിഞ്ഞു പോയവർ, ഒട്ടും തല ഉയർത്താൻ കഴിയാതെ ചില കടഭാരങ്ങൾ നമ്മളെ തല കുനിയേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടു, അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളുടെ തല ഉയർത്തി നിവരെ നിൽക്കുക. പ്രവാചകനെ അസ്ഥിത്താഴ്വരയിലേക്ക് പറഞ്ഞയച്ച ദൈവാത്മാവ് അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. പ്രവാചകൻ അസ്ഥിയോട് പ്രവചിച്ചു. അസ്ഥിയോട് ചേർന്ന് ഞരമ്പ്, ത്വക്ക്, മാംസങ്ങൾ ഇവയെല്ലാം വന്നു ചേർന്നു. എന്നിട്ട് ബൈബിൾ പറയുന്നു, അവർ കാലൂന്നി നിവർന്ന് ചിതറിക്കടന്ന താഴ്വരയിൽ, ബന്ധമറ്റുപോയ താഴ്വരയിൽ, ഒരിക്കലും ചേരാത്ത താഴ്വരയിൽ ദൈവാത്മാവ് ഒരു സൈന്യത്തെ നിവരെ നിൽക്കുമാറാക്കി. ഞാൻ ആത്മാവ് നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങൾ ചിതറിപ്പോയ സാഹചര്യത്തിൽ, ഉടഞ്ഞുപോയ ദേശത്ത് ഇനി ഉയരത്തില്ല. നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സഭ ഇനി ഉയരത്തില്ല. തല ഉയർത്തത്തിൽ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തും, നമ്മളെ നിവരെ നിൽക്കുമാറാക്കും. ഏത് കാര്യത്തിലാണ് നിങ്ങളുടെ തല കുനിഞ്ഞു പോയെ? അബ്രഹാമിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ, ഇസ്ഹാക്കിനെ ആദരിച്ചതുപോലെ, പൊട്ടക്കുഴിക്കകത്തുനിന്ന് യോസഫിനെ ഉയർത്തിയതുപോലെ തല കുനിഞ്ഞു പോയ, തല താഴ്ത്തിപ്പോയ, നിവരെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ തല ഉയർത്തും, നിങ്ങളെ നിവരെ നിൽക്കുമാറാക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.